വലിയൊരു മാറ്റത്തിനു വേണ്ടി മലപ്പുറം കാതോർക്കുകയാണ്. ഇടതു വിജയം ഇവിടെ ബാലികേറാ മലയല്ല, ആ കോട്ട തകർന്ന ചരിത്രമുണ്ട്. മുൻകാലങ്ങളിൽ SFI നേതാക്കൾ സംസ്ഥാനത്ത് നേരിട്ടുള്ള അട്ടിമറി വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം. LDFന് വേണ്ടി SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ പ്രത്യേകത. കുട്ടിക്കളിയല്ല തെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥിയായി SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവിനെ പ്രഖ്യാപിച്ച ശേഷം നിലവിലെ MPയും മലപ്പുറം മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇതായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുന്നേ മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളും നാട്ടിൻപുറങ്ങളും ആ വിദ്യാർത്ഥി നേതാവിനെ നെഞ്ചേറ്റുന്ന കാഴ്ചയായിരുന്നു. നമ്മുടെ MP ലോക്സഭയിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ദിവസം ഞാൻ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്തിട്ടുണ്ട് എന്ന് സാനു തുറന്നടിക്കുക കൂടി ചെയ്തതോടെ കുട്ടിക്കളിയല്ലെന്ന് അധിക്ഷേപിച്ച UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ പോലും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുകയാണിപ്പോൾ. 1000 ദിവസം പിന്നിട്ട LDF സർക്കാരിന്റെ ജനോപകാര പദ്ധതികളും മണ്ഡലത്തിൽ സർക്കാർ നടപ്പാക്കിയതും പ്രഖ്യാപിച്ചതുമായ വികസന പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിയാണ് LDF പ്രചാരണം. വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ദേശീയതലത്തിൽ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെത്തിയ കുഞ്ഞാലിക്കുട്ടി തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് ലീഗുകാർ തന്നെ സമ്മതിക്കുന്നു. മുത്തലാഖ് ബിൽ ചർച്ചയ്ക്ക് പാർലമെന്റിൽ പങ്കെടുക്കാതിരുന്നതും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നതും എല്ലാം വിവാദമായിരുന്നു. ലീഗിലെ ഒരു വിഭാഗത്തിന്റെയും ചില മതസംഘടനകളുടെയും കടുത്ത എതിർപ്പിനിടെയാണ് അദ്ദേഹം വീണ്ടും മലപ്പുറത്ത് മത്സരിക്കുന്നത്. കൊണ്ടോട്ടിയിലെ KTDCയുടെ ഹോട്ടലിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ SDPI നേതാക്കളുമായി വോട്ട് കച്ചവടത്തിന് ചർച്ച നടത്തിയതും വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജില്ലയുടെ രാഷ്ട്രീയ മേഖലയിൽ അധികം പരിചിതനല്ലാത്ത V ഉണ്ണികൃഷ്ണനെയാണ് BJP രംഗത്തിറക്കിയിട്ടുള്ളത്.